നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലപാടുകൾ മുറുകെ പിടിച്ച നേതാവായിരുന്നു CKG വൈദ്യരെന്ന് TN പ്രതാപൻ MP. തിരുവനന്തപുരം വെള്ളയമ്പലത്തിൽ ചുമട്ടുതൊഴിലാളി ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CITU നാട്ടിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷം. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ CKG വൈദ്യർ ആദർശവും വിപ്ലവകാരിയും നിലപാടുകൾ മുറുകെ പിടിച്ച ഒരു നേതാവായിരുന്നു എന്നും അതുകൊണ്ടുതന്നെ സ്വാതന്ത്ര്യ സമരകാലത്തിനു ശേഷം തനിക്ക് ലഭിച്ച താമരപത്രവും സ്വതന്ത്ര സമരാനന്തര പെൻഷനും വേണ്ടെന്ന് വെച്ച വ്യക്തി കൂടിയാണ് CKG വൈദ്യരെന്നും TN പ്രതാപൻ MP അഭിപ്രായപ്പെട്ടു. CKG വൈദ്യരുടെ 4ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നാട്ടിയ മണ്ഡലം കമ്മിറ്റി നടത്തിയ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TN പ്രതാപൻ MP. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ ദേശീയ പ്രസ്ഥാനം ആയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സന്നദ്ധ ഭടനായി സമരഭടനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അതിൻ്റെ പേരിൽ താമരപത്രമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷനോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിലും CKG വൈദ്യർ ഒരു വിപ്ലവകാരിയുടെ മനസ്സോടുകൂടി നിലനിന്ന ആളാണ്. നമ്മളെല്ലാവരും പഴയ മലബാറിൻ്റെ ഭാഗമാണ് ഈ നാട്ടിക അടക്കമുള്ള സ്ഥലം. പഴയ മലബാറിൻ്റെ ഭാഗത്ത് വൈദ്യം പഠിക്കാൻ വേണ്ടി പോയ കാലത്ത് വൈദ്യപഠനത്തിൽ നിന്ന് പോലും ക്ലാസ്സിൽ നിന്നും ഇറങ്ങി പോന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ധൈര്യം കാണിച്ച ആളാണ്. വളരെ പ്രതീക്ഷയോടുകൂടി മാതാപിതാക്കൾ ഒരു ഉന്നതമായ ആയുർവേദ വൈദ്യം വാങ്ങി നാട്ടിലെ ഒരു ആയുർവേദ ഡോക്ടറായി കാണാൻ വേണ്ടി സ്വപ്നം കണ്ട വൈദ്യർ പിന്നീട് വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 3 നിറമുള്ള കൊടി പിടിച്ച് ബ്രിട്ടീഷുകാരന് നേരെ സമരം ചെയ്യുന്ന അത്യുജ്വല തീവ്രവാദിയുടെ മനസ്സോടുകൂടിയുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായി മാറുന്നതായിരുന്നു. 5 പേരുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഒരു ജില്ലാ സെക്രട്ടറിയായും കേരളത്തിലെ അറിയപ്പെടുന്ന പ്രാസംഗികനും നേതാവുമായ CKG വൈദ്യർ നിലപാടുകൾ മുറുകെ പിടിച്ചതുകൊണ്ടാണ് MLAയോ മന്ത്രിയോ ജനപ്രതിനിധിയോ ആകാതെ പോയതെന്നും TN പ്രതാപൻ MP കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, CM നൌഷാദ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, CG അജിത് കുമാർ, P വിനു, AN സിദ്ധപ്രസാദ്, ഹൈർലാൽ AB എന്നിവർ സംസാരിച്ചു. PC ജയബാലൻ, TV ഷൈൻ, CS മണികണ്ഠൻ, KR ദാസൻ, രഹന ബിനീഷ്, സുധി ആലക്കൽ, MV വിമൽകുമാർ, KK വാസു, വൈഭവ് MP, സന്ദീപ് P മണികണ്ഠൻ, റസൽ മുഹമ്മദ്, മുഹമ്മദ് അലി കണിയാർക്കോട്, K വിനോദ് കുമാർ, ഷൺമുഖൻ തോട്ടുങ്ങൽ, UB മണികണ്ഠൻ, O മണികണ്ഠൻ, ഭാസ്കരൻ അന്തിക്കാട്ട്, കമല ശ്രീകുമാർ, ഹേമ പ്രേമൻ, ജീജ ശിവൻ, തങ്കമണി ത്രിവിക്രമൻ, AB രാജീവ്, പുഷ്പാങ്കദൻ, പവിത്രൻ ചെളിങ്ങാട്ട്, പുഷ്പാങ്കദൻ ഞായക്കാട്ട്, ജയൻ അണ്ടേഴത്ത്, കുമാരൻ ചക്കാണ്ടൻ, ഹർഷൻ ചെളിങ്ങാട്ട്, CKG വൈദ്യരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പള്ളിപ്പുറം GFL LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന കരാട്ടെ പരിശീലനത്തിന്റെ ഗ്രേഡിംഗ് സെറിമണി സംഘടിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ അധ്യക്ഷനായി. ഹെഡ്മിസ്റ്റേഴ്സ് സൽമ, വാർഡ് മെമ്പർമാരായ അനിത കാർത്തികേയൻ, അനിത ത്രിദീപ് കുമാർ, ലക്ഷ്മി ഷിജോ, CG സുരേഷ്, PTA പ്രസിഡന്റ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപകര്, പിന്നെ നമ്മുടെ കുഞ്ഞുമക്കള്, കരാട്ടെ അധ്യാപകര്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിങ്ങനെ ഒരു പരിപാടി 2022-23 കരാട്ടെ പരിശീലനത്തിന്റെ പുതിയ പദ്ധതിയാണ് വെച്ചാൽ ഇപ്പൊ 2 വർഷക്കാലമായി ഇത് തുടർന്നിട്ട് ഇനിയും ഇത് തുടർന്ന് എല്ലാ വർഷങ്ങളിലും നടത്തട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ല ആരോഗ്യവും മനസ്സും ആണ് നമ്മുടെ സമ്പത്ത്. അത് ഇനിയും ഉണ്ടാകുന്നതിന് വേണ്ടി പിന്നെ ഈ പരിപാടി ഗ്രേഡിങ്ങും ബെൽറ്റ് വിതരണോദ്ഘാടനവുമാണ് നടക്കുന്നത്.
വിദ്യാഭ്യാസ പുരോഗതിയിൽ അഭിമാനിക്കുമ്പോഴും സ്ത്രീധനം ഇപ്പോഴും കേരളത്തിൽ അരങ്ങുവാഴുന്നത് അപമാനകരമാണെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സമിതി സംഘടിപ്പിച്ച ഫാമിലി കോൺഫറൻസ് പ്രഖ്യാപന സമ്മേളനം അഭിപ്രായപ്പെട്ടു. ജനുവരി 21 നടക്കുന്ന ജില്ലാ ഫാമിലി കോൺഫറൻസിന്റെ ഭാഗമായാണ് സമ്മേളനം നടന്നത്. ജില്ലാ സെക്രട്ടറി പി കെ അഷ്റഫ് സുല്ലമി ഉദ്ഘാടനം നിർവഹിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എം ഹൈദർ അലി അധ്യക്ഷത വഹിച്ചു. കാസിം ഒരുമനയൂർ, മുനവർ വടക്കേക്കാട്, മുസ്തഫ മദനി, ഷാഫി സൊബാഹി, വി എം റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജൈവികമായ ഒരു സവിശേഷത നിങ്ങൾ നോക്ക്, ഏകദേശം 6543 വരുന്ന സസ്തനികൾ ഈ ലോകത്തുണ്ട് എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ശാസ്ത്രം വെളിപ്പെടുത്തുന്നത് സസ്തനി എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ജീവവർഗങ്ങൾ. ഈ പ്രസവിക്കുന്ന ജീവവർഗങ്ങളിൽ മനുഷ്യർ മാത്രമാണ് കുടുംബമായി ജീവിക്കുന്നത്. എന്തുകൊണ്ട്? അതിന് ശാസ്ത്രീയമായി തന്നെയുള്ള ന്യായമായ ഒരു കാരണമാണ്. മറ്റെല്ലാ ജീവജാലങ്ങളും പിറന്നു വീഴുമ്പോൾ അവയുടെ തലച്ചോറിന്റെ വളർച്ച 50, 60, 70% പൂർണ്ണമായതിനു ശേഷമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് അവയുടെ അമ്മയെ ആശ്രയിക്കേണ്ടി വരുന്നത് പാല് കുടിക്കാൻ വേണ്ടി മാത്രമാണ്. അവയുടെ കൂടൊരുക്കാനും അവർക്ക് തീറ്റ തേടി പറന്നുപോയാൽ. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ലിംഗപദവി പഠനത്തിന്റെ പ്രചരണ പരിപാടികളായ പാവകളി, തെരുവുനാടകം, വിഷയാധിഷ്ഠിത നൃത്താവതരണവും ഇതോടൊപ്പം നടന്നു. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. കില റിസോഴ്സ് പേഴ്സൺ റിസ്മിയ പരിശീലന പരിപാടി നയിച്ചു. വൈസ് പ്രസിഡന്റ് സി എം നിസാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത് AS, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ ബിനീഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥ വൈദേഹി എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാരായ സരിത ഗണേശൻ, മഞ്ജു ലാൽ, ശ്രീകല ദേവാനന്ദ്, സന്തോഷ് പണിക്കശ്ശേരി, ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, സെക്രട്ടറി തോമസ്, കാപ്സ് തൃശൂർ ചാപ്റ്റർ ജോയിന്റ് സെക്രട്ടറി സായിജിത്ത്, പ്രദർശി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാമൂഹിക പ്രവർത്തന മേധാവി അഭിലാഷ് എന്നിവർ സംബന്ധിച്ചു. മലപ്പുറം മേൽമുറി പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം കുട്ടികളുടെ സഹകരണത്തോടെയാണ് പ്രചരണ പരിപാടികളായ പാവകളി, തെരുവുനാടകം, വിഷയാധിഷ്ഠിത നൃത്താവതരണം എന്നിവ സംഘടിപ്പിച്ചത്. വാടാനപ്പള്ളി സെന്റർ, തൃത്തല്ലൂർ സെന്റർ എന്നിവിടങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചു. വരും ദിവസങ്ങളിൽ വിവിധ വാർഡുകളിൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവരശേഖരണവും നടക്കും. തളിക്കുളം SNVUP സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് ക്യാമ്പ് ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് വലപ്പാട് AEO മറിയം MA ഉദ്ഘാടനം ചെയ്തു. സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിൽ ഇത്രയധികം കുട്ടികളെ കാണുന്നതും ഇതുപോലുള്ള ക്യാമ്പിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതും ഞാൻ ഇപ്പോഴാണ്. ദീർഘനാളത്തെ അധ്യാപന പരിചയമുണ്ടെങ്കിലും ക്യാമ്പിൻ്റെ യൂണിറ്റുകൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ക്യാമ്പൊന്നും അത്ര പരിചിതമല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ പരിചിതത്തെ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. എന്തായാലും SNVUPS സ്കൂളിൽ ഇത്രയധികം കുട്ടികൾ സ്കൗട്ട്, ഗൈഡ്, ബുൾബുൾ വിഭാഗങ്ങളിലായി 2 യൂണിറ്റുകളിലായി പ്രവർത്തിക്കുന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമാണ് എനിക്കുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാതിൽപ്പുറ പഠനം, ആ പഠനത്തിലൂടെ കുട്ടികളുടെ വ്യക്തിത്വ വികാസമാണ് ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്നത്. സ്കൂൾ മാനേജർ EA സുഗതകുമാർ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക മിനി NV, KL മനോഹിത്, ER അജിത, ശാന്തിനി ഷൺമുഖൻ, റസിയ, ഷൈൻ, തൃപ്തി, K മുത്താമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും നടന്നു. തൃപ്രയാർ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച തളിക്കുളം ബ്ലോക്ക് ഓഫീസ് നോർത്ത് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു.
വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. തൊഴിലുറപ്പ് AE ജ്യോതി, മെമ്പർമാരായ നികിത, ഐഷാബി ജബ്ബാർ, സെന്തിൽ കുമാർ, സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഗിലേഷ്, CS മണികണ്ഠൻ, KR ദാസൻ, ഗുണഭോക്താവ് KR മോഹനൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് 5 ലക്ഷം രൂപ ഉൾപ്പെടുത്തി തളിക്കുളം നോർത്ത് ബ്ലോക്ക് റോഡ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ 11-ാം വാർഡ്, 5-ാം വാർഡ്, 8-ാം വാർഡ്, 13-ാം വാർഡ്, 12-ാം വാർഡ് 1 തുടങ്ങി ഇപ്പോൾ 7-ാം വാർഡിൽ 2 റോഡുകൾ പുതിയതായിട്ട് പണിയാൻ പോവുകയാണ്. 10-ാം വാർഡിൽ 9 ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. താന്യം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ ജന്മദിനാചരണം പെരുങ്ങോട്ടുകര 4 സെന്ററിൽ നടത്തി. പുഷ്പാർച്ചനയോടെ തുടങ്ങിയ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VK പ്രദീപ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗീതാദാസ്, പ്രമോദ് കണിമംഗലത്ത്, ഉക്രു പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ, റിജു കണക്കത്തറ, ജഗദീശൻ വാളമുക്ക് എന്നിവർ സംസാരിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കഴിമ്പ്രം മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് ഞായറാഴ്ച കൊടിയേറും. രാവിലെ 10 മണിക്ക് അഡ്വഞ്ചർ കാർണിവൽ, അമ്യൂസ്മെന്റ് എന്നിവയുടെ ഉദ്ഘാടനവും ബഗ്ഗി ബൈക്ക് റേസ് എന്നിവയും നടക്കും. വൈകിട്ട് 5:30 എടമുട്ടം തവളക്കുളത്ത് നിന്ന് കഴിമ്പ്രം ബീച്ചിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര പുറപ്പെടും. വൈകിട്ട് 7-ന് അവണങ്ങാട്ടിൽ കളരി മഠാധിപതി AU രഘുരാമൻ പണിക്കർ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. രാത്രി 9 മണിവരെ വാദ്യമേളങ്ങൾ അരങ്ങേറും. ക്രിസ്മസ് ദിവസം വൈകിട്ട് 4-ന് മെഹന്തി മത്സരവും തുടർന്ന് ഉല മ്യൂസിക്കൽ ബാൻഡും അരങ്ങേറും. വൈകിട്ട് 6:30 ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നടക്കും. ചൊവ്വാഴ്ച രാവിലെ 10-ന് ബൈക്ക് സ്റ്റണ്ട് നടക്കും. വൈകിട്ട് 6-ന് സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വൈകിട്ട് 7:30 മ്യൂസിക്കൽ ഈവ് അരങ്ങേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ സൗജന്യ നേത്രപരിശോധന, തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ്, മെഗാ ക്യാൻവാസിൽ ചിത്രരചന, കവിയരങ്ങ്, അഖില കേരള വടംവലി മത്സരം, പുരുഷ വോളിബോൾ മത്സരം, പാചക മത്സരം, ഗോൾഡൻ റീൽസ്, സിനിമ അവാർഡ് നൈറ്റ്, കടൽ മ്യൂസിക് ബാൻഡ് എന്നിവ നടക്കും. ഈ മാസം 30-ന് പ്രതിഭകൾക്ക് ആദരം, മ്യൂസിക്കൽ നൈറ്റ് എന്നിവയും നടക്കും. 31-ന് ഞായറാഴ്ച 6:30 സമാപന സമ്മേളനവും രാത്രി 8-ന് ആൽമരം മ്യൂസിക്കൽ ബാൻഡ്, തുടർന്ന് DJ നൈറ്റ് എന്നിവയും നടക്കും. രാത്രി 12-ന് നടക്കുന്ന ക്രിസ്മസ് പാപ്പ ഫയർ ഷോയുടെ ഫെസ്റ്റിവൽ സമാപിക്കുമെന്നും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, VS ഷജിത്, ശ്രേയസ് രാമചന്ദ്രൻ, ഷിബു നെടിയിരിപ്പിൽ, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു. ദേവസ്ഥാനത്തെ സംഗീത സഭാതലത്തിൽ ആഹിർ ഭൈരവ് പെയ്ത സായുജ്യം. ജമ്മുവിൽ നിന്നും വന്ന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ഡോക്ടർ മുക്തേശി ശർമ്മയുടെ ആഹിർ ഭൈരവ് രാഗപ്രസ്താര വിശേഷത്താൽ ദേവസഭാതലം ഒന്നടങ്കം കൈകൂപ്പി നിന്ന കാഴ്ചയാണ് കണ്ടത്. ഡോക്ടർ ഗിരി ഭാഷ സംസാരിക്കുന്ന മുക്തേശി ശർമ്മ കവി ഗുണിദാസ് ജിയുടെ ബേഗ് ബേഗ് ആവോ മന്ദിർ എന്ന ഹിന്ദി ഭജനും ബൂലാവ വിഡൽ പഹാര വിഡൽ എന്ന മറാഠി അമ്പുങ്കും അതിഗംഭീരമായി പാടിയപ്പോൾ സംഗീതത്തിന് മുന്നിൽ നമിക്കുന്ന വിവിധ ഭാഷകളെ കാണാൻ കഴിഞ്ഞതും ഭാഗ്യം.
പിതാവും ഗുരുവുമായ ഡോക്ടർ അശുതോഷ് മൻഗോത്ര ഹാർമോണിയത്തിലും രത്നശ്രീ അയ്യർ തബലയിലും പക്കം വായിച്ചു. വിപ്രലബ്ധിയായും വിരഹോൽ ഗണ്ഡിതയായും കലാഹാന്തിരികയായും നാഡീശാസ്ത്രത്തിലെ അഷ്ടനായികമാരൻ സപ്തനായികാഭാവങ്ങളെ തന്നിലേക്കാവാഹിച്ച് അഭിനയതലത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയ മോഹിനിയാട്ടം നർത്തകി ഡോക്ടർ സുമിത നായർ ഗുരു കലാമണ്ഡലം ക്ഷേമാവതിയുടെ നിസ്സീമമായ ഗുരുകടാക്ഷം ഒന്നുതന്നെയെന്ന് രംഗത്ത് തെളിയിച്ചു. സഭാപതിക്ക് വേറു ദൈവം സമാനമാകുമോ എന്ന് അമ്പോങ്കി രാഗത്തിലെ ഭാരതിയാർ കൃതി പാടി പ്രേക്ഷകരെ കയ്യിലെടുത്ത കൊച്ചു സംഗീതജ്ഞൻ ബദ്രി കാസർകോടിന് സായി നന്ദൻ വയലിനും ഡോക്ടർ ശ്യാം കിഷോർ മൃദംഗത്തിലും പക്കം വായിച്ചു. ദേവസ്ഥാനത്തെ കുഞ്ഞു കലാകാരനായ മാസ്റ്റർ വിഷ്ണു പ്രയാഗിന്റെ ഡ്രംസ് സോളോയും നടന്നു. രാമവർമ്മപുരം ശ്രീഭദ്ര തിരുവാതിരക്കളി സംഘവും പടിഞ്ഞാറെ കടുങ്ങല്ലൂർ ഓങ്കാരത്തിന്റെ തിരുവാതിരക്കളിയും നടന്നു. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികളും ട്രസ്റ്റി കെ ഡി ദേവദാസും ഉപഹാരങ്ങൾ നൽകി. ഇനിയൊരു ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാ കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈ മോൾ ത്രിപ്രയ. വാർത്തകളിലേക്ക്.
നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. കണ്ടശങ്കടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. യൂണിസാറ്റ് ഓഫീസിൽ കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. മാനേജിംഗ് പാർട്ണർ ടി.വി. പ്രഭാകരൻ, പാർട്ണർമാരായ സിജോ കുണ്ടുകുളം, ജയന്തൻ, അജയകുമാർ, പ്രദീപ്, സ്വാമിനാഥൻ, സുനിൽകുമാർ, ഓഫീസ് സ്റ്റാഫുകൾ, ടെക്നീഷ്യന്മാർ എന്നിവർ ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തു. തൃപ്രയാർ സെന്റ് ജൂഡ് ഇടവകയുടെ നേതൃത്വത്തിൽ ബോൺ നദാലെ സംഘടിപ്പിച്ചു. ഇടവകയുടെ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി പാപ്പമാരും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ വെള്ളിയാഴ്ച വൈകിട്ട് 8 മണിക്ക് തൃപ്രയാർ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. ഇടവക വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ ക്രിസ്മസ് സന്ദേശം നൽകി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. ദിനേശൻ ആശംസകൾ നേർന്നു. തുടർന്ന് ബോൺ നദാല ഡാൻസും മധുര വിതരണവും നടന്നു. കൈക്കാരന്മാരായ ആന്റണി കെ.എ., റോബിൻ സി.പി., യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. മരണശിക്ഷ വിധിക്കപ്പെട്ടു ആ ദൈവം എവിടെ വേണമെങ്കിലും ജനിക്കാമായിരുന്നു ദൈവപുത്രൻ എന്നുള്ളത്. പക്ഷെ ഒരു പുൽക്കൊടിൽ തന്നെ തൊഴുത്ത് തന്നെ തെരഞ്ഞെടുത്തത് ഏറ്റവും ദരിദ്രമായ ചുറ്റുപാടിലുള്ളവരെ കൂടി നമ്മുടെ ആഘോഷങ്ങളിൽ ഭാവിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഈ ക്രിസ്തുവിനെ കുറിച്ച് പരമേശ്വര പവിത്രപുത്രൻ എന്നാ പറഞ്ഞു. എത്രയോ മഹത്തരമാണ്, എത്രയോ ഉന്നതി വേറെ ആരെങ്ങനെ പറഞ്ഞിട്ടില്ല. അത്രത്തോളം ലോകത്തിന്റെ മുന്നിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ പിടിച്ചുയർത്തിയ ആ ദിവസം സമാഗതമാകുന്നു. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം ഫ്ലാഷ് മോബോടുകൂടി ആരംഭിച്ചു. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമൽ ക്രിസ്മസ് സന്ദേശം നൽകി. വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി വിദ്യാലയത്തിന്റെ കലണ്ടർ പ്രകാശനം ചെയ്തു. തുടർന്ന് കേക്ക് മുറിക്കുകയും അധ്യാപകരും വിദ്യാർത്ഥികളും കരോൾ ഗാനം ആലപിക്കുകയും ചെയ്തു. മുൻ ഹെഡ് മിസ്ട്രസ് A. ജെസ്സി സമ്മാനങ്ങൾ നൽകി. ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ്, മദർ PTA പ്രസിഡന്റ് സുമിത ഉണ്ണി, ട്രസ്റ്റി ജോസഫ് KF, സീജ എന്നിവർ സംസാരിച്ചു. മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട DYSP ഷൈജു TK ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക EL ജോസി ക്രിസ്തുമസ് സന്ദേശം നൽകി. വാർഡ് മെമ്പർ പുഷ്പ വിശ്വംഭരൻ, PTA പ്രസിഡന്റ് സലീഷ് PV, MPTA പ്രസിഡന്റ് ദീപു ജനി, OSA അംഗം ഗിരീഷ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കരോൾ ഗാനം, ഫ്ലാഷ് മോബ്, പുൽക്കൂടിലെ ഉണ്ണീശോ, ദൃശ്യാവിഷ്കാരം എന്നീ പരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ ക്രിസ്മസ് സമ്മാനങ്ങളും നൽകി. മുതിർന്നവർക്ക് വേണ്ടി ഒരുക്കിയ ലക്കി സ്റ്റാർ നറുക്കെടുപ്പും ആവേശം നിറഞ്ഞതായിരുന്നു.
നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം PTA പ്രസിഡന്റ് MS സജീഷ് ഉദ്ഘാടനം ചെയ്തു. ജർമ്മൻ സ്വദേശികളായ ജാന, എമിലി, സയന എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. MPTA പ്രസിഡന്റ് സൗമ്യ പ്രസൂൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA എക്സിക്യൂട്ടീവ് അംഗം KR ബാബു, സ്കൂൾ ലീഡർ നന്ദന ഗിരീഷ്, സ്റ്റാഫ് സെക്രട്ടറി നിത്യകല എന്നിവർ സംസാരിച്ചു. ജർമ്മൻ സ്വദേശിയായ ജാനയുടെ കരോൾ ഗാനത്തോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു നല്ല നാളുകൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുകയാണ്. ഈ ക്രിസ്മസ് ആഘോഷം നമുക്ക് സന്തോഷം നൽകുന്നതാകട്ടെ എന്ന് എല്ലാവരുടെയും അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനകളും നമ്മുടെ വരും വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ചൈതന്യ അനശ്വര അംഗൻവാടികൾ സംയുക്തമായി ചൈതന്യ അംഗൻവാടിയിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. കേക്ക് മുറിച്ചും ക്രിസ്മസ് പാട്ടുകൾ പാടിയും നൃത്തച്ചൂടുകൾ വെച്ചും ആഘോഷമായ ക്രിസ്മസ് ആഘോഷം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ചൈതന്യ അംഗൻവാടി ടീച്ചർ ഉഷ NS അധ്യക്ഷത വഹിച്ച അനശ്വര അംഗൻവാടി ടീച്ചർ സതീരംഗൻ, ഹെൽപ്പർ ഗീതാരാജൻ, ആശാവർക്കർ സുശീല രാജൻ, ALMC അംഗങ്ങളായ മജിദ് പോക്കാക്കില്ലത്ത്, ദീപ അജയ്, ലൂയിസ് താണിക്കൽ, ഹിമ രഞ്ജിതൻ, അജിത മോഹൻ എന്നിവർ പങ്കെടുത്തു. ഭാഗമായിട്ട് ആരാധിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ഒരു തിരുനാളാണ് ക്രിസ്തുമസ്. അത് ലോകമെമ്പാടും അതിവിപുലമായിട്ടാണ് ആഘോഷിക്കുന്നത്. കേരളത്തിലും അതുപോലെ ഇന്ത്യയിലൊക്കെ 25 ദിവസത്തെ ക്രൈസ്തവർ 25 ദിവസം നോമ്പെടുത്തുകൊണ്ട് ആ നോമ്പ് വിടുന്ന ഒരു ദിനമാണ് 25-ാം തീയതി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒട്ടനവധി ത്യാഗപ്രവർത്തനങ്ങളും സ്നേഹപ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായും നമ്മുടെ വർഷം തോറും ഈ അംഗനവാടിയിൽ തന്നെ നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷം നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളോട് ഒത്തുകൂടിയിരിക്കുന്നത്. വാടാനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വേറിട്ട പരിപാടികളോടെ നടന്നു. ആശംസാ കാർഡ് നിർമ്മാണം, ക്രിസ്മസ് സമ്മാനം കൈമാറൽ, കരോൾ ഗാനം, ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു. PTA MPTA അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാലയമുറ്റത്ത് പുൽക്കൂടും ഒരുക്കിയിരുന്നു. പ്രീ പ്രൈമറി മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കരോൾ ഗാനാലാപനവും പരിപാടിക്ക് മാറ്റുകൂട്ടി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്ത ആഘോഷ പരിപാടിക്ക് വൈസ് പ്രസിഡന്റ് നിസാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാൽ, ഹെഡ് മിസ്ട്രസ് സജീന, PTA പ്രസിഡന്റ് രമേശ്, SMC ചെയർമാൻ ജിതേഷ്, MPTA പ്രസിഡന്റ് സിനി എന്നിവർ സംസാരിച്ചു. സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് 24 യൂണിറ്റുകളിലെ വീടുകളിലേക്ക് സ്നേഹസമ്മാനവുമായി പല വ്യഞ്ജനങ്ങളും കേക്കും അടങ്ങുന്ന കിറ്റുകൾ നൽകി. പള്ളിയോഗ ഹാളിൽ നടന്ന ചടങ്ങിൽ ഫാദർ ജെറിൻ കുരിയാളനാക്കൽ ക്രിസ്തുമസ് സമ്മാന വിതരണ ഉദ്ഘാടനം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കൈക്കാരൻ വില്ലി പട്ടത്താനം, സെക്രട്ടറി ജോബി CL, ട്രഷറർ ലൂയിസ് താണിക്കൽ, ജേക്കബ് തച്ചിൽ, ഷാലി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. AC ജോസഫ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, CC ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഒരു ചെറിയ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം ഇവിടെ നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇങ്ങനെ ഒരു ആശയം ഉരുത്തിരിഞ്ഞ് വരുവാനായിട്ട് ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും വളരെ കൃത്യമായിട്ട് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഒരു എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതുപോലെ വരും വർഷങ്ങളിൽ ഇത് കുറേ കൂടെ വിപുലമായിട്ട് അല്ലേ, കുറേ കൂടെ വിപുലമായിട്ട് ഇതൊരു സ്റ്റാർട്ടിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കുറേ കൂടെ മനോഹരമായിട്ട് ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മളെ കൊണ്ട് സഹായം എത്തുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് അടുത്ത വർഷങ്ങളിൽ ഇത് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാമ്പുള്ളി വീട്ടിൽ ബിന്ദുവിൻ്റെയും മക്കളുടെയും സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരം. റിഫ സത്സംഗ് ബഹ്റിനും വലപ്പാട് സേവാഭാരതിയും സംയുക്തമായാണ് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് റിട്ടയർഡ് SP PN ഉണ്ണിരാജ IPS നിർവഹിച്ചു. വലപ്പാട് സേവാഭാരതി പ്രസിഡന്റ് ഷാലി വാഴപ്പുള്ളി അധ്യക്ഷനായ ചടങ്ങിൽ ഗോപിനാഥൻ വന്നേരി വിശിഷ്ടാതിഥിയായിരുന്നു.
പഞ്ചായത്ത് മെമ്പർമാരായ ഷൈൻ നെടിയിരിപ്പിൽ, രശ്മി ഷിജോ എന്നിവർ സംസാരിച്ചു. റിഫ സത്സംഗം പ്രതിനിധി ശ്രീജിത്ത് കൈപ്പമംഗലം ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഷിജോ അരിയമ്പറമ്പിൽ, സുധീർദാസ് എന്നിവർ സംസാരിച്ചു. MD പ്രദീപ്, പ്രജീഷ്, രവി കാരയിൽ, രാമചന്ദ്രൻ മന്നേരി, സുനിൽ മേത്തിൽ, ഗിരീഷ് C, അനിൽ P, സിജി സോമസുന്ദരൻ, സുമേഷ് എറണാകുളത്ത്, സോമദത്തൻ, നവീൻ, സുധി പട്ടാലി തുടങ്ങിയവർ നേതൃത്വം നൽകി. മൂന്നാമത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലൊന്നാണ് ഈ പറയുന്ന പാർപ്പിടം. ഇതിവിടെ ഈ നാട്ടുകാരുടെ മുഴുവൻ സഹകരണത്തോടു കൂടി റെഡിയായിരിക്കുകയാണ്. അതിലെനിക്ക് തോന്നുന്നത് നന്ദി പറയേണ്ടത് ഇവിടെ ഇതിൻ്റെ അയൽവാസികളോടും ഇതിൽ സഹകരിച്ച റഫിനോടും മറ്റുള്ള ആളുകളോടുമാണ്. ഈ സേവാഭാരതിനെ പറ്റി പറയുമ്പോൾ അതിനെക്കൊണ്ടിപ്പോൾ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ 97 യൂണിറ്റ് ഉണ്ട്. പക്ഷേ ജാതി മതഭേദമന്യേ ഒരു രാഷ്ട്രീയ ഭേദമന്യേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ BJPൻ്റെ BDJSൻ്റെ ഒരു പ്രസിഡൻ്റായിരുന്നു സേവാഭാരതിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് BDJSലെ BJPൻ്റെ ഒരു പ്രസിഡന്റ് സേവാഭാരതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്തത്. അവർ ഒഴിഞ്ഞു പോവുകയാണത്. അപ്പോൾ BJPയിൽ രാഷ്ട്രീയമായിട്ട് വളരെ പുറമേ നിന്ന് ജോലിയെടുക്കുന്നവർ സേവാഭാരതിൻ്റെ ഭാരവാഹികളായിട്ട് വരണ്ട എന്നുള്ളതാണ് സേവാഭാരതിൻ്റെ തത്വം. അതിൻ്റെ ഉദ്ദേശം തന്നെ ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയുമായിട്ട് പ്രബുദ്ധതയില്ലാത്ത, ഉള്ളിൽ ചിലപ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ട്, അതൊക്കെ ഉള്ളിൽ മാത്രം വെക്കുന്നൊരവസ്ഥയിലാണ്. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന്റെ സമാപന ചടങ്ങുകൾ ഈ മാസം 25 മുതൽ 27 വരെ നടക്കും. തിങ്കളാഴ്ച രാവിലെ ശ്രീ ഹനുമാൻ സ്വാമിക്ക് ദശസഹസ്രനാമാർച്ചനയും രാവിലെ 9 മണിക്ക് സുബ്രഹ്മണ്യ പൂജയും ചിന്തുപാട്ട് എന്നിവയും നടക്കും. ചൊവ്വാഴ്ച രാവിലെ ശ്രീ ഹനുമാൻ സ്വാമിക്ക് ദശസഹസ്രനാമാർച്ചന, രാവിലെ 9:30 മഹാമാരുത ഹവനം, അത്താഴപൂജയ്ക്ക് ശേഷം നാഗയക്ഷിക്ക് രൂപക്കളവും സമർപ്പിക്കും. ബുധനാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ശേഷം ശ്രീ ഹനുമാൻ സ്വാമിയുടെ ബ്രഹ്മവെള്ളാട്ട് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിപ്പ്, ശ്രീ ഹനുമാൻ സ്വാമിക്ക് ദശസഹസ്രനാമാർച്ചന എന്നിവയും നടക്കും. രാവിലെ 10:00 സമൂഹാർച്ചനയ്ക്ക് ശേഷം ആഞ്ജനേയ സ്വാമിക്ക് അഭിഷേകവും ബ്രഹ്മകലശാഭിഷേകം, മഹാനിവേദ്യം, മഹാകവച പുഷ്പാഞ്ജലി എന്നിവയും സമർപ്പിക്കും. തുടർന്ന് വാദ്യമന്ത്രഘോഷത്തോടെ ശ്രീ ഹനുമാൻ സ്വാമിയുടെ ബ്രഹ്മവെള്ളാട്ട് മഹോത്സവം നടക്കും. പതിവ് പോലെ എല്ലാ ദിവസവും ഭക്തർക്ക് അന്നദാനം ഉണ്ടാകുമെന്നും ക്ഷേത്രം മഠാധിപതി ക്ഷേത്ര സേവാ സമിതി സെക്രട്ടറി വിപിൻ സാഗർ, AN സിദ്ധപ്രസാദ്, ശ്രേയസ് രാജ്, ആദർശ് രാജ് എന്നിവർ അറിയിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുറ്റിച്ചൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുറ്റിച്ചൂർ കോക്കാൻമുക്ക് മൻഹിൽ ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷി അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി, ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ്, ഏരിയ ട്രഷറർ CR വിശ്വംഭരൻ, ജോയിന്റ് സെക്രട്ടറി സിന്ധു എന്നിവർ സംസാരിച്ചു. ഒരു വർഷത്തെ റിപ്പോർട്ട് യൂണിറ്റ് സെക്രട്ടറി ശ്രീദേവി, വരവ് ചെലവ് കണക്ക് യൂണിറ്റ് ട്രഷറർ മിനി മോഹൻദാസ് എന്നിവർ അവതരിപ്പിച്ചു. ആളുകളാണ് കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾ. ഇതിലിരിക്കുന്ന എല്ലാ ആളുകളും അതിന്റെ ആളുകളാണ്, നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. എന്നാൽ നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയും, മാസം 6 കോടി രൂപ തൃശ്ശൂർ ജില്ലക്കകത്ത് മാത്രം വായ്പ കൊടുക്കുന്ന ഈ സംവിധാനത്തിൽ 1 രൂപ പോലും മറ്റൊരുത്തിൻ്റെതില്ല. എല്ലാം തയ്യൽ തൊഴിലാളികളുടെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉയർപ്പിന്റെ വിലയാണ് നമ്മൾ പലരെയും സഹായിക്കുന്ന ആ സംവിധാനത്തിലേക്ക് മാറ്റിയെടുത്തത് എന്ന് പറയുമ്പോൾ ഏതിലാണ് നമുക്ക് അഭിമാനം കാണേണ്ടത്? ഇനിയൊരു ഇടവേള കൂടി. മണപ്പുറം റിതി ജ്വല്ലറി. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു.
5000-ത്തിലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വെള്ളയമ്പലത്തിൽ ചുമട്ടുതൊഴിലാളി ഓഫീസ് തകർക്കുകയും തൊഴിലാളികളെ ആക്രമിച്ചതിലും പ്രതിഷേധിച്ച് CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. ആത്മഹത്യാ സ്ക്വാഡുകളെ പോലെ പ്രവർത്തിച്ചു നമ്മുടെ സംസ്ഥാനത്താകെ കലാപം ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. നാളെ ഒരുപക്ഷെ കോൺഗ്രസുകാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമോ എന്നടക്കം കണക്കുകൂട്ടിക്കൊണ്ട് കേരളത്തിലെ ഗവർണർ കോൺഗ്രസുകാരടക്കമുള്ള ആളുകളെ വിദ്യാർത്ഥികളിൽ RSSന്റെ ആളുകളെയും തള്ളിക്കയറ്റുകയും ചെയ്തതിന് P. A. രാംദാസ് അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി TS മധു, ജില്ലാ സെക്രട്ടറി ശശികല ശ്രീവത്സൻ, MK ഫൽഗുണൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് PS രാജീവ്, BK ശക്തിധരൻ, EV ധർമ്മൻ, KS അജയൻ, ദിൽഷാദ്, വീണ ശശാങ്കൻ, BK മണിലാൽ, അബ്ദുൾ ജബ്ബാർ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് ശ്രീസായി വിദ്യാപീഠത്തിന്റെ 18ാമത് വാർഷികാഘോഷം രസ 2023 ശ്രദ്ധേയമായി. ചലച്ചിത്ര താരം അപർണ ബാലമുരളി ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഞാൻ എല്ലാ കോമ്പറ്റീഷൻസിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനൊക്കെ പങ്കെടുക്കുന്ന ആനുവൽ ഡേ, കലോത്സവം, ഇതുപോലത്തെ കുറേ കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഇറ്റ് ബ്രിങ്സ് ബാക്ക് ഗുഡ് മെമ്മറീസ് ആൻഡ് to be very honest, that shaped me. Whatever I am today is because of my school and days like these and teachers like you have around here. So I think you all are lucky to be here and it's very, very, very nice to see everyone all dressed up. Absolutely beautiful. ഇവിടെ ഫ്രണ്ട് റോയിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ തുടങ്ങി നോക്കുമായിരുന്നുണ്ട്. ഭയങ്കര നല്ല കോസ്റ്റ്യൂംസും എല്ലാവരും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഐ ഫീൽ റിയലി ഹാപ്പി ബിക്കോസ് ആനുവൽ ഡേയ്സ് എന്ന് പറയുമ്പോൾ ഐ ഓൾവേസ് ടോൾഡ് ദിസ് വി ഗെറ്റ് ഇൻ ടു എ ലോട്ട് ഓഫ് തിങ്സ്. അതായത് നമ്മൾ ടീം വർക്ക് ആണെങ്കിലും ഇപ്പം എന്തൊക്കെയാണെങ്കിലും പ്രസൻറ്റേഷൻ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്കൂളിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആനുവൽ ഡേയ്സ് എന്ന് പറയുന്നത്. ചടങ്ങിൽ സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് സ്കൂൾ പ്രിൻസിപ്പൽ ബിനു K. രാജ്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, ട്രസ്റ്റ് മെമ്പർമാരായ ഭക്തവത്സലൻ, ശ്രീനിവാസൻ, വൈസ് പ്രിൻസിപ്പൽ സുനിത, CV എന്നിവർ സംസാരിച്ചു. ദേശീയ പുരസ്കാര ജേതാവായ അപർണ ബാലമുരളിയെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഭക്തവത്സലൻ പൊന്നാട അണിയിക്കുകയും ജനറൽ സെക്രട്ടറി ഡോക്ടർ ML സജീവ് മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. പ്രിൻസിപ്പൽ ബിനു K. രാജിനെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. CBSE കലോത്സവത്തിൽ വിവിധ നൃത്ത ഇനങ്ങളിൽ കുട്ടികളെ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ പ്രാപ്തനാക്കിയ അധ്യാപകൻ സൂരജിനെ സ്നേഹ ഉപഹാരം നൽകി വേദിയിൽ ആദരിച്ചു. തുടർന്ന് കലാകായിക പഠന മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. പ്രിൻസിപ്പൽ ബിനു K. രാജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീസായി ട്രസ്റ്റ് ട്രഷറർ TM ഭുവൻദാസ്, ട്രസ്റ്റ് അംഗങ്ങളായ സ്വാമിനാഥൻ TM എന്നിവർ സന്നിധരായിരുന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ദേശവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക കലാപരിപാടികളുടെ ഉദ്ഘാടനം അവണങ്ങാട്ട് കളരി മഠാധിപതി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ നിർവഹിച്ചു. 61 വർഷം പിന്നിട്ടു എന്ന് പറയുന്നു. 61 വർഷം ഒരു ഇടതടവുമില്ലാതെ എല്ലാ വർഷവും ഗംഭീരമായിട്ട് വിളക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടൊരു കാര്യമല്ല. ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ഖ്യാതി നിലനിർത്തുന്നതും അതോടൊപ്പം തന്നെ ഒരു പ്രദേശത്തിൻ്റെ ഐശ്വര്യം നിലനിർത്തുന്നതും ഇത്തരത്തിലുള്ള ചില കൂട്ടായുള്ള പ്രവർത്തനങ്ങൾ കൂടി തന്നെയാണ്. നമുക്കറിയാം, ക്ഷേത്രമെന്ന് പറയുന്നത് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സങ്കേതമാണ്. എല്ലാ സംസ്കാരങ്ങളും, പ്രത്യേകിച്ച് മലയാളിയുടെ സംസ്കാരങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്നും അതിൻ്റെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആവാസ സ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ്.
ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കോലാട്ട് അധ്യക്ഷത വഹിച്ചു. സുനിൽ കൊച്ചത്ത്, ആദർശ്, വൈശാഖ്, രഞ്ജിത്ത്, രമ്യ ബൈജു, സുജ സൂര്യൻ, സുധീർ പൊറ്റക്കാട്ട്, MT തജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഏനാമാവ് റെഗുലേറ്ററിന് സമീപം കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കടക്കാതിരിക്കാനുള്ള താൽക്കാലിക വളയം ബണ്ടിന്റെ നിർമ്മാണം വൈകുന്നു. കർഷകർ ആശങ്കയിൽ. ഈ മാസം ആദ്യ ആഴ്ചയിലാണ് വളയം ബണ്ട് നിർമ്മാണം തുടങ്ങിയത്. ഡിസംബർ 20 മുൻപേ നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ ബണ്ടിന്റെ മുളങ്കുറ്റി അടിക്കൽ പോലും പൂർത്തിയായിട്ടില്ല. തെക്കുഭാഗത്ത് മുളങ്കുറ്റികൾ അടിച്ച് പനമ്പ് കെട്ടിമറച്ച് മണ്ണടിച്ച് നിറച്ചു വേണം ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ. ശക്തിയേറിയ വേലിയേറ്റമാണ് ഇപ്പോൾ കായലിൽ. ജീർണിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകളുടെ ചോർച്ചയിലൂടെ ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കടക്കുമോ എന്നതാണ് നെൽ കർഷകരുടെ ആശങ്ക. റെഗുലേറ്ററിന്റെ വളയം കെട്ട് 20 ദിവസമായി പണി തുടങ്ങിയിട്ട് ഇതുവരെ മണ്ണിട്ടിട്ടില്ല. സൈഡിലുള്ള പനമ്പട്ട ഓല വയ്ക്കുന്നതൊന്നും ഇത് ചെയ്തില്ല. എത്ര ദിവസം ഇനിയിപ്പോൾ അപ്പുറത്തൊക്കെ കൊയ്ത്താവാറായി. ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇതിപ്പോൾ 90 ദിവസമായിട്ടുള്ള ഇതുണ്ട്, 60 ദിവസമായിട്ടുള്ളതുണ്ട്, ഇപ്പം വിതച്ചതുമുണ്ട്. ഇതിലൊക്കെ ഉപ്പുവെള്ളം കയറും. ഇപ്പോൾ ഉപ്പിൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റായി തുടങ്ങി. അപ്പോൾ ഞങ്ങളിത് 2 ദിവസം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റായി തുടങ്ങി. ഇത് നിരന്തരം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കിടുക. ഒരു അധികാരികളും ഇതിൻ്റെ പിന്നിൽ വരുന്നില്ല. ഫെയ്സ് കനാലിൽ ജലനിരപ്പ് അല്പം ഉയർന്നു നിൽക്കുന്നതാണ് കർഷകരുടെ ആശ്വാസം. ഉപ്പുവെള്ളം കടന്നാൽ 10,000 ഏക്കറിലെ കൃഷിയെ ബാധിക്കും. മഴയില്ലാത്തതുമൂലം കനാലിലെ ജലനിരപ്പ് പെട്ടെന്ന് താഴുകയും ഉപ്പുവെള്ളം കടക്കാനുള്ള സാധ്യതയുമാണ് കർഷകർ കാണുന്നത്. 197 മീറ്റർ നീളത്തിലാണ് ബണ്ട് നിർമ്മിക്കുന്നത്. 44 ലക്ഷം രൂപയാണ് ചിലവ്. ഈ മാസം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. താന്യം ഗ്രാമപഞ്ചായത്ത് 2022-2023 MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച സെറാഫിക് കോൺവെന്റ് സെന്റർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. MLA CC മുകുന്ദൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവർ സന്നിധരായിരുന്നു. പക്ഷെ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് ഇതിനകത്ത് കുറേ നിയമ സാധ്യതകൾക്കുണ്ടായിരുന്നു. നിയമം ചില കാര്യങ്ങളൊക്കെ അനുവദിക്കാറില്ല, ചില കാര്യങ്ങളൊക്കെ നിയമം അനുവദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് MLAക്ക് ഇത്ര രൂപ വരെ ചെലവ് ചെയ്യാമെന്നുള്ളത് ധാരയുടെ ഒരു സംഗതിയാണ്. ഇവിടെ മാത്രമല്ല, ഇന്ന് പഞ്ചായത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട സെൻ്ററുകളിലും നമ്മൾ ഈ പറയുന്ന ബസ് സ്റ്റോപ്പ് പണിയണമെന്ന് ആഗ്രഹിക്കേണ്ട അടിസ്ഥാനത്തിൽ ഇത് 8ാമത്തെ ബസ് സ്റ്റോപ്പാണ്. ഇനി ഒരെണ്ണം അന്തിക്കാട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇപ്പോൾ തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കല്യാണ വീട്ടിലെത്തിയ 15-കാരന്റെ കയ്യിൽ നിന്നും ക്യാമറ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചന്ദ്രാപിനി കണ്ണനംകുളം സ്വദേശി ഏറാക്കൽ വീട്ടിൽ അനു എന്ന സൂരജിനെയാണ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാനും സംഘവും അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി 7:30യോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചന്ദ്രാപിനി ശ്രീമുരുകൻ തിയേറ്ററിന് കിഴക്കുവശത്തെ വീട്ടിൽ കല്യാണത്തിനെത്തിയ കയ്പമംഗലം പള്ളിത്താനം സ്വദേശി മുഹമ്മദ് അസ്മിന്റെ ക്യാമറയാണ് തട്ടിയെടുത്തത്. റോഡിൽ വെച്ച് സുഹൃത്തുക്കളുടെ ഫോട്ടോയെടുക്കുന്നതിനിടെ സ്കൂട്ടറിലെത്തിയ അനു ക്യാമറ പിടിച്ചുപറിച്ച് കടന്ന് കളയുകയായിരുന്നു. 80,000 രൂപ വില വരുന്ന ക്യാമറയാണ് തട്ടിയെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിലപാടുകൾ മുറുകെ പിടിച്ച നേതാവായിരുന്നു CKG വൈദ്യരെന്ന് TN പ്രതാപൻ MP. തിരുവനന്തപുരം വെള്ളയമ്പലത്തിൽ ചുമട്ടുതൊഴിലാളി ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CITU നാട്ടിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.